السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اتقوا الله العظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ആദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ആമുഖ ഭാഷണത്തിൽ ബഹുമാന്യനായ ഡോക്ടർ ഫാറൂഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷക്കാലമായി നിരന്തരമായി മുറിഞ്ഞു പോകാതെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു വരുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പിതാവിനെ അനുസ്മരിച്ചതുകൊണ്ട് പറയാനുള്ളത്, എൻ്റെ പിതാവിൻ്റെ ഒരു തട്ടകമാണ് സത്യത്തിൽ കണ്ണൂർ എന്നുള്ളത്. ചിരാഗ് ഹോട്ടലും പരിസരവും ഇസ്ലാഹി ട്രസ്റ്റും കണ്ണൂരും അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചുരുക്കം ചില ആളുകളിൽ ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ പിതാവ്. അന്നത്തെ CR സിദ്ദീഖ് ഹാജിയും അതുപോലെ തന്നെ റഹീം സാഹിബും C അബ്ദുള്ള ഹാജി തുടങ്ങിയ ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു തആല അത്തരം ആളുകൾക്ക് പരലോകത്ത് ഉന്നതമായ സ്ഥാനം അല്ലാഹു തആല നൽകി ആദരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ സഹോദരങ്ങൾ അങ്ങകലെ പുണ്യഭൂമിയിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. നാളെ ദുൽഹജ്ജ് 8. നമുക്ക് ഹിലാല് പ്രത്യക്ഷപ്പെടാത്തതിനാൽ ഒരു ദിവസം വൈകിട്ടാണ് ദുൽഹജ്ജ് മാസം പിറന്നത്. അല്പം മുമ്പ് ഞാൻ പള്ളിയിലായിരിക്കെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചത് മറ്റൊന്നുമല്ല, ഞങ്ങൾ രാത്രി വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ വണ്ടി നിയ്യത്തിൽ പ്രവേശിക്കുകയാണ് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് വിളിക്കുകയുണ്ടായി. ഒരു സംശയവും കൂടി ചോദിക്കാനായിരുന്നു വിളിച്ചത്. ഉറക്കമില്ലാത്ത രാവായിരിക്കാം ഇന്നത്തെ രാത്രി. 9 മണിയോടുകൂടി
ഇഹ്റാമിൻ്റെ വസ്ത്രമണിഞ്ഞ് ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് 9 മണിക്ക് മുമ്പ് തന്നെ ഒരുങ്ങി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. പറയുന്നത് ക്ഷമയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോൾ നേരം വെളുത്തിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് യാത്രാ വാഹനം വന്നു ചേരുന്നത്. ഹജ്ജിനും ഉംറയ്ക്കും പോയവർക്കറിയാം, നാളെ ദുൽഹജ്ജ് 8 എല്ലാവരും മിനായിൽ തമ്പടിക്കുന്ന ആ ഒരു ദിവസം. ഇസ്ലാം പഠിപ്പിക്കുന്നത് യൗമു തർവിയ എന്നാണ് ദുൽഹജ്ജ് 8 പറയപ്പെടാറുള്ളത്. ദുൽഹജ്ജ് 8 മിനായിൽ, തമ്പുകളുടെ നഗരമായ മിനായിൽ സത്യവിശ്വാസികൾ, ഹാജിമാർ, ഹജ്ജുമ്മമാർ ഒരുമിച്ച് കൂടുകയാണ്. ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിമനോഹരമായ, ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിവരണാതീതമായ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. വൈകാരികമാണ്. പോയവർക്കറിയാം, പങ്കെടുത്തവർക്കറിയാം അതിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ 200-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ, 30 ലക്ഷത്തിലധികം സത്യവിശ്വാസികൾ പാൽക്കടലായി മാറുകയാണ്. അറഫ പുണ്യഭൂമിയിൽ മറ്റന്നാൾ, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് അറഫ. ആ പുണ്യഭൂമിയിൽ മഹാസാഗരം സൃഷ്ടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീർ കണങ്ങൾ ഉറ്റുവീഴുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് അറഫ പുണ്യഭൂമിയിലാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം സംഗമിക്കുന്ന ആ സംഗമഭൂമി, അതിലൊരു കണ്ണിയാകുവാൻ, ഒരു തുള്ളിയായി ചേരുവാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെയും നമ്മുടെ കേരളത്തിൻ്റെ, നമുക്കറിയാം, നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൽ പരാമർശിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളംബരം, ആ ഒരു വിളിക്കുത്തരം നൽകി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. വഴികളായ വഴികളും ഒറ്റയായും തെറ്റയായും കൂട്ടമായും ഒരു പ്രത്യേക സ്റ്റൈലിൽ തന്നെ തൽബിയത്തിൻ്റെ വരികൾ ഉരുവിടുന്നത് കേൾക്കാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. 4 പ്രാവശ്യം പറയുന്നത് ലബ്ബൈക്. പടച്ചോനെ, ഞാൻ പ്രസൻ്റാണ്, ഞാനും എത്തിയിട്ടുണ്ട്. ഇതിൽ കണ്ണിയായി ചേരുവാൻ 30 ലക്ഷത്തിലധികം ഹാജിമാർക്കിടയിൽ ഈയുള്ളവനും വന്നിട്ടുണ്ട് റബ്ബേ എന്ന മറുപടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തി. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സഹായിച്ചു. എന്നിട്ട് 2 പേരോടും വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, വദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ് യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം, വിളിച്ചു പറയണം, വദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജിനെ സംബന്ധിച്ച് വിളിച്ചു പറയണം. യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കാൽനടയായി മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, അഷ്ടദിക്കുകളിൽ നിന്ന് ഈ പുണ്യഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ട് വരട്ടെ. എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടി വരാനാ പറഞ്ഞതിൽ യശ്വദൂ മനാഫിയ ലഹും വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. അവിടെയാണ് പോയിന്റ്. ഫലപ്രദമായ ഒരുപാട് സംഗതികൾ അവിടെയുണ്ട്. പുണ്യഭൂമിയിൽ അനുസ്മരിക്കുവാൻ, അതിൽ ചേരുവാൻ, അലിഞ്ഞു ചേരുവാൻ, പഠിക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ പലതുമുണ്ട്. വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. രണ്ടാമത്തത്, അള്ളാഹുവിനെ നിർണിതമായ നിശ്ചയിക്കപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ അള്ളാഹു ഇതിനെ ധാരാളമായി ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. ഹജ്ജ് ഒരു ത്യാഗമാണ്, പരിശ്രമമാണ്. ഏതാനും ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 6 ദിവസങ്ങളാണ് ഹജ്ജ് എന്നെല്ലാവർക്കും അറിയാം. ദുൽഹജ്ജ് 8 നാളെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 8 നാളെയാണ്, യൗമുത് തർവിയത്ത്. മറ്റന്നാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ സുദിനം, ദുൽഹജ്ജ് 9, യൗമു അറഫ, അറഫാ ദിവസം, അറഫാ സുദിനം. അടുത്തതോ ദുൽഹജ്ജ് 10. നമ്മളൊക്കെ സന്തോഷപൂർവം അതിരാവിലെ പെരുന്നാളിന് വേണ്ടി ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും പ്രവഹിക്കുന്ന സമയത്ത് ഹാജിക്ക് പെരുന്നാളില്ല. മുസ്ദലിഫയിൽ നിന്ന് പിരിഞ്ഞ് വീണ്ടും മിനായിലെത്തി ജംറയിൽ കല്ലെറിയുവാൻ വേണ്ടി പ്രഭാത സമയത്ത് തന്നെ നടന്ന് നീങ്ങുകയാണ്. വാഹനം ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതെ നടന്നു പോകേണ്ടി വരും. അവസാനത്തെ ജംറയായ ജംറത്തുൽ അഖബയിൽ അന്നത്തെ ദിവസം ഉച്ചക്ക് മുമ്പായി കല്ലെറിയണം. ദുൽഹജ്ജ് 10 നമുക്ക് പെരുന്നാളാണ്. അടുത്തതോ 11, 12, 13 അയ്യാമുത്ത് ശരീഖാണ്. അങ്ങനെ 8, 9, 10, 11, 12, 13 6 ദിവസങ്ങൾ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ദിനരാത്രങ്ങളാണ്. നമസ്കാരം നമുക്കറിയാം, നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സകാത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ സ്വലാത്ത്, നമസ്കാരം എന്നുള്ളത് ഒരിടത്തിരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ മാത്രം ചെയ്യാൻ കഴിയുന്ന ഇബാദത്താണ് നമസ്കാരം. സകാത്ത് എന്നുള്ളത് പണമുള്ളവർ മാത്രം നൽകേണ്ട വിഷയമാണ്. നോമ്പും ഒരിടത്തിരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. ഒരിടത്തിരുന്നു കൊണ്ട്, ഒരിടത്ത് താമസിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാം. പ്രഭാതം മുതൽ പ്രദോഷം വരെയ നോമ്പിൻ്റെ സമയം. രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ വിട്ടുവീഴ്ചയുമുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നിയത്ത് ചെയ്തവൻ, ഇഹ്റാമിൽ പ്രവേശിച്ചവൻ ജീവിതത്തിലെല്ലാം മറന്നുകൊണ്ട് നാടിനെയും വീടിനെയും കുടുംബങ്ങളെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും വിസ്മരിച്ചുകൊണ്ട് ഏതോ ഒരു ലോകത്ത് കൂടി സഞ്ചരിക്കുകയാണ്. അതാണ് ഹജ്ജ്. ഒരിടത്തിരുന്നു കൊണ്ടല്ല, അതിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. യാത്രയാണ് ഹജ്ജ് എന്ന് ചിലരൊക്കെ പറയാണ്. ഒരുതരം യാത്രയാണ്, ഒരിടത്തിരുന്നു കൊണ്ടുള്ള കർമ്മമല്ല. അതിൽ ഇരുത്തമുണ്ട്, നൃത്തമുണ്ട്, ഓട്ടമുണ്ട്, നടത്തമുണ്ട്, പ്രദക്ഷിണമുണ്ട്. അങ്ങനെയുള്ള പല സംഗതികളും ഒത്തുചേർന്ന വല്ലാത്തൊരനുഭവം. അതാണ് ഹജ്ജിൻ്റെ സവിശേഷത. അതുപോലെ തന്നെ അതിലേറ്റവും സുപ്രധാനമായതാണല്ലോ അറഫാ സംഗമം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ മഹാസാഗരം തീർക്കുന്ന മനുഷ്യ മഹാസമ്മേളനമാണ്. നേരത്തെ ഹെഡിങ്ങിൽ പരാമർശിച്ചതുപോലെ തന്നെ മനുഷ്യ മഹാസമ്മേളനമാണ് ഈ അറഫാ സംഗമം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, അറഫയിലെ നൃത്തമാണ്. ഏതാനും സമയം അവിടെ നിന്നേ പറ്റൂ. ഹജ്ജിലെ മറ്റ് ഭാഗങ്ങളിൽ ചിലത് ഭാഗികമായോ പൂർണ്ണമായോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട്, അത് പൊറുക്കപ്പെടാനുള്ള അവസരങ്ങളുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. എന്നാൽ അറഫ വിട്ടുപോയാലോ, അറഫയിൽ സംഗമിക്കാതെയാണ് ഹാജി പിരിയുന്നതെങ്കിൽ അവൻ്റെ ഹജ്ജ് നഷ്ടപ്പെട്ടു. അടുത്ത വർഷം വീണ്ടും ചെയ്യേണ്ടതുണ്ട്.
അതുകൊണ്ടാണല്ലോ നമ്മൾ കേൾക്കാറില്ലേ, മിനായിൽ നിന്ന് 8-ാം തീയതി മിനായിൽ നിന്ന് അന്ന് രാത്രി തന്നെ പ്രഖ്യാപനം വരും, നാളെയാണ് അറഫ, എല്ലാവരും അറഫയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണം, തയ്യാറെടുത്ത് നിൽക്കണം. എന്നിട്ടോ അധികൃതർ വാനത്ത് ആകാശ ലോകത്ത് വട്ടമിട്ട് പറക്കുന്ന എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ ചീറിപ്പായുന്ന ആംബുലൻസുകൾ, ഹജ്ജിന് നിയ്യത്താക്കിയ ഇഹ്റാമിൽ പ്രവേശിച്ച ആരെങ്കിലും മിനായിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി പാറാവുകാരെ നിർത്തിയിട്ടുണ്ടാകാം. ഹജ്ജ് നഷ്ടപ്പെടുന്നതിൻ്റെ ഭയപ്പാടും ആംബുലൻസുകളിലോ ഹെലികോപ്റ്ററുകളിലോ ആശുപത്രികളിൽ ആശുപത്രി കിടക്കയിൽ കിടന്ന രോഗിയെയും സീരിയസ് മാരകമായ രോഗം പിടിപെട്ട ആളുണ്ടെങ്കിലും അവനെയും വഹിച്ചുകൊണ്ട് അവളെയും വഹിച്ചുകൊണ്ട് ചീറിപ്പായുന്ന ആംബുലൻസുകളെ ശബ്ദം കേൾക്കാം. എന്തിനു വേണ്ടി? ഒരാൾക്കും ഹജ്ജ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത. അറഫ പുണ്യഭൂമിയുടെ ആ ഒരു സംഗമ സ്ഥലം. അറഫ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മാനവിക സമത്വത്തിൻ്റെ മഹാ സമ്മേളനം, സന്ദേശമാണ് അറഫയിൽ നൽകുന്ന സന്ദേശം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 200 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ, സത്യവിശ്വാസികൾ, ഹാജിമാർ, ഏതാണ്ട് ഓരോ വർഷവും 30 ലക്ഷത്തോളം ആളുകൾ സംഗമിക്കുന്ന പുണ്യഭൂമി. എല്ലാവരുടെയും കണ്ഠനാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരേ മന്ത്രധ്വനി, തൽബിയത്തിൻ്റെ മന്ത്രം മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രം മാത്രം. ഒരേ വേഷത്തിൽ ശുഭ്രവസ്ത്രധാരികളായി പുരുഷന്മാർ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ മനസ്സിൽ, ഒരേ സൃഷ്ടാവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിക്കൊണ്ട്, വാനലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ആരോടും പ്രത്യേകമായ വിധേയത്വമില്ല, ദ്വേഷമോ വിദ്വേഷമോ ഇല്ല, കോപമില്ല. എല്ലാവരും സമന്മാരാണ്. ദേശഭാഷാ വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമന്മാരാണ് എന്ന പ്രഖ്യാപനം രാജാവും പ്രജയും, അതുപോലെ തന്നെ കറുത്തവനും വെളുത്തവനും, അറബിയും അനറബിയും എല്ലാവരും ഒന്നിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സംഗമഭൂമി. അതാണ് അറഫയുടെ പ്രത്യേകത. ഇനി അറഫയെക്കുറിച്ച് ഭൂമിശാസ്ത്രമായി പറയുകയാണെങ്കിൽ, വിശുദ്ധ മക്കയിൽ നിന്ന് 20-22 കിലോമീറ്റർ ദൂരെയാണ് അറഫ എന്ന് പറയുന്നത്. അത് ജബലുർ റഹ്മയാണ്, കാരുണ്യത്തിൻ്റെ പർവ്വതമാണ്, ആ പ്രാന്തപ്രദേശമാണ്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന പരന്ന ഒരു ഭൂമി, ചുറ്റുപാടുകളിൽ മലയാണ്, കാരുണ്യത്തിൻ്റെ മലയാണ്, അതിൻ്റെ താഴ്വരയാണ്, പ്രാന്തപ്രദേശങ്ങളാണ്. മിനയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം, മുസ്ദലിഫയിൽ നിന്നാണ് 6 കിലോമീറ്റർ ദൂരം, മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുള്ള ഒരു പ്രദേശം. അവിടെയാണ് ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നതിനേക്കാൾ അപ്പുറം അറഫയെക്കുറിച്ച് പ്രത്യേകമായി അതിൻ്റെ സവിശേഷത പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 198-ാമത്തെ വചനത്തിൽ അറഫയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഫൈദാ ഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അങ്ങനെ സത്യവിശ്വാസികൾ അറഫയിൽ നിന്ന് ഒഴുകിയാൽ, അറഫയിൽ നിന്ന് വിട്ട് അടുത്തത് മുസ്ദലിഫയിലേക്കുള്ള പോക്കാണ്. അഫാദ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാലുകൾക്കും വെള്ളപ്പൊക്കത്തിനും പറയുന്ന പേരാണ് ഫൈലാൻ എന്നുള്ളത്. വെള്ളപ്പൊക്കത്തിന് പറയുന്ന പേര് ഫൈലാൻ എന്നാണ്. അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം നോക്ക്. ഒരുപാട് വഴികൾ, അറഫയിൽ നിന്ന് 10-12ഓളം വഴികൾ. മുസ്ദലിഫയിലേക്ക് എല്ലാവരും ഒന്നിച്ച് 30 ലക്ഷം ആളുകളും ഒന്നിച്ചു പോകുന്ന ഒരേ ഒരു സമയം. എല്ലാവരും സംഗമിക്കുന്നത്
അറഫയിൽ ഉച്ച മുതൽ മഗ്‌രിബ് വരെയാണ്. മഗ്‌രിബ് വരെ കൈകൾ ഉയർത്തി, വാനലോകത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറഫ പുണ്യഭൂമിയിൽ ഉറ്റി വീഴുന്ന കണ്ണുനീർക്കണങ്ങൾ അതുപോലെയുള്ള ഒരു ഭൂമി ലോകത്തെവിടെയുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കണ്ണുനീരൊഴുക്കുന്ന ദിവസം, കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി ഒഴുകുന്ന സുദിനം. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അറഫയെ സംബന്ധിച്ച് കുറേ വിശദീകരണങ്ങൾ, അറഫ എന്തെന്ന് പഠിപ്പിക്കുന്ന ചില പ്രസ്താവനകളിൽ ഒന്ന്, അറഫ തെറ്റുകൾ ഏറ്റുപറയുന്ന ദിവസം എന്നൊരർത്ഥം അറഫക്കുണ്ട്. ഇഅ്തറഫ എന്ന് പറഞ്ഞാൽ തെറ്റ് സമ്മതിക്കുക, ഇഅ്തറഫ തെറ്റ് സമ്മതിക്കുക. ഞാൻ ചെയ്ത തെറ്റ്, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് കുറ്റങ്ങളൊക്കെ റബ്ബിനോട് ഏറ്റുപറയുന്ന ദിവസം എന്ന അർത്ഥത്തിൽ അറഫ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നു, ആദം ഹവ്വ ദമ്പതികൾ അവരുടെ തൗബ, സ്വർഗീയ ആരാമത്തിൽ നിന്ന് ചെയ്തു പോയ തെറ്റ്, ആ ഫലത്തിൽ നിന്ന് കായികനികൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് പിശാചിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അത് ഭക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗലോകത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന രംഗം. അങ്ങനെ രണ്ടുപേരും തൗബ ചെയ്ത്, വിശദീകരണം ആവശ്യമില്ല. ആ തൗബ സ്വീകരിക്കപ്പെട്ടത് എന്നർത്ഥത്തിലും പറയുന്നു. അതുപോലെ തന്നെ ആദം ഹവ്വ ദമ്പതികൾ കണ്ടുമുട്ടിയ സ്ഥലം, ഇതൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാവുന്നതാണ്. അതിൻ്റെ സ്വീകാര്യതയല്ല വിശദീകരിക്കുന്നത്. രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലം അത് അറഫയിൽ വെച്ചാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ക്ഷമ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ക്ഷമ അതിൻ്റെ നെല്ലിപ്പടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ക്ഷമ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട രംഗം അത് ഹജ്ജിലും ഉംറയിലുമാണ്. അതുകൊണ്ട് ഉറഫ് ക്ഷമ എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ചരിത്രത്തിൽ കാണാം. എന്നിട്ട് ജിബ്രീൽ ചോദിച്ചാൻ, അറഫ്ത, മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ മനസ്സിലായോ, എല്ലാം പഠിച്ചോ? അപ്പം അറഫ്തു, എനിക്ക് മനസ്സിലായി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നർത്ഥത്തിലും അറഫ എന്നതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു. ഏതായാലും ചരിത്ര സംഭവങ്ങളാണ്. ഇവിടെ വെച്ചായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം നടന്നത്, ജബലുർ റഹമയുടെ താഴ്വരയിൽ. ചരിത്രപ്രസിദ്ധമായൊരു സംഭവമാണ്. ലക്ഷക്കണക്കിന് അനുയായികൾ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജ് കർമ്മം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അവതരിക്കുന്നത്, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് എന്ന് പറയപ്പെടുന്ന ആയത്ത് അവതരിച്ചത് ഈ സന്ദർഭത്തിലായിരുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന ആയത്ത് അവതീർണമായത് ഈ സന്ദർഭത്തിലായിരുന്നു. പ്രവാചകന്റെ ഖുതുബ വേളയിലാണ് ആയത്ത് അവതരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം, തഫ്സീറുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതുകൊണ്ടായിരുന്നല്ലോ ജൂതന്മാരായ ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരു ദിവസമാണ്, വല്ലാത്തൊരായത്താണ് ഖുർആനിൽ അവതരിച്ചത്. ഇത് ഞങ്ങൾക്ക് ആയിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ലത്തഖദിനാ ദാലികൽ യൗമ ഈദ, ആ ഒരു ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു. ജൂതന്മാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിരുന്നു.
ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടിയുണ്ട്, വല്ലാഹി ഇന്നി ലഅലം ഫീ അയ്യി യൗമിൻ ഉൻസിലത് വഫീ അയ്യി സാഅത്തിൻ ഉൻസിലത് വഅയ്ന ഉൻസിലത് വഅയ്ന കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഉൻസിലത്. വല്ലാത്തൊരു മറുപടിയാണ്. എനിക്ക് നന്നായിട്ടറിയാം ഏത് ദിവസത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത്. വഫീ അയ്യി സാഅത്തിൻ ഉൻസിലത്, ഏത് സമയത്താണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് എനിക്ക് നന്നായി അറിയാം. വഅയ്ന ഉൻസിലത്, എവിടെ വെച്ചാണ് അവതരിച്ചിട്ടുള്ളത് എന്നും അറിയാം. വഅയ്ന കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഉൻസിലത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ എവിടെയായിരുന്നു ഉള്ളത് എന്നും എനിക്ക് നന്നായി അറിയാം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ ഖുതുബ നടക്കുന്ന സമയത്താണ് ആയത്ത് അവതരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന സന്ദേശം അവതരിച്ചത് പ്രവാചകൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് വേളയിലാണ്. ഒരുപാട് സവിശേഷതകളുണ്ട്, നീട്ടിപ്പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് മണിക്കൂറുകളോളം അറഫയെക്കുറിച്ച് മാത്രം മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. സൂറത്തുൽ ഫജ്ർ തുടങ്ങുന്നത് അങ്ങനെയാ, വൽ ഫജ്രി വലയാലിൻ നശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ നശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. പറഞ്ഞത് അറഫയെക്കുറിച്ചാണ്, ഹജ്ജിനെക്കുറിച്ചാണ്, ആ പുണ്യനാളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ തന്നെ, അതൊക്കെ ഉൾക്കൊള്ളുന്ന ഹജ്ജിൻ്റെ ദിവസങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഒരു അല്ലാഹു തആല പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് സത്യം ചെയ്ത് പറയാറുണ്ട്. പ്രഭാതത്തെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്നു. അതുപോലെ തന്നെ രാവുകൾ അഥവാ ദിവസങ്ങൾ, ഈ വലയാലിൻ നശ്ർ എന്ന് പറയുന്നത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 9 അറഫ ദിവസമാണ്. ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നതോ യൗമുൻ നഹറാണ്, ബലിപെരുന്നാൾ സുദിനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അൽ യൗമുൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് അത് 9ആണ്, ദുൽഹജ്ജ് 9ആണ്. ഷാഹിദ് യൗമു ജുമഅയാണ്, യൗമുൽ ജുമഅയാണ്. അതുപോലെ തന്നെ അൽ യൗമുൽ മൗഊദ് ഖുർആനിൽ വന്ന വാക്കുകളാണല്ലോ. അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ, പുനരുത്ഥാന നാളാണ്. വൽ യൗമുൽ മശ്ഹൂദ് യൗമു അറഫയാണ്. വശാഹിദ് യൗമുൽ ജുമഅയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജ് കർമ്മത്തിൻ്റെ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. ഇന്ന് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുങ്ങി മണിക്കൂറുകളോളം കാത്തിരുന്ന് പ്രഖ്യാപനത്തിൻ്റെ വേണ്ടി. നാളെയാണ് മിനായിൽ സംഗമിക്കേണ്ടതെങ്കിലും ഇന്ന് രാത്രി തന്നെ വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട അധികൃതർ വന്ന് പറയുന്നു, ഒരുങ്ങണം. ക്ഷമയാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി ഉറക്കമില്ലാത്ത മണിക്കൂറുകളായിരിക്കും അവർക്ക്. നാളേക്ക് വേണ്ടി, നാളെ വിശുദ്ധമായ കർമ്മഭൂമിയിൽ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണവർ. മറ്റന്നാൾ അറഫയിൽ സംഗമിക്കണം. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറയുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മാ മിൻ അയ്യാമിൻ അഫ്ളു ഇൻദല്ലാഹി മിൻ അയ്യാമി അശ്രി ദിൽ ഹിജ്ജ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസങ്ങൾ, ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. സഹാബികൾ ചോദിച്ചില്ലേ പ്രവാചകനോട്, അല്ലയോ പ്രവാചകരെ, വേറെ ദിവസങ്ങളൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് എന്താ പറഞ്ഞെന്നറിയോ? വേറെ ഒരു ദിവസവും ഇല്ല.
ഇത്രമാത്രം മഹനീയമായ ദിവസങ്ങൾ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. കാരണം എന്താണ്? വമാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ അറഫ ദിവസം ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണത്, 1 മുതൽ 10 വരെ. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, യൻസിലുല്ലാഹു തആല ഇലസ്സമാഇ ദുനിയാ. അല്ലാഹു തആല ഏറ്റവും അടുത്ത ആകാശ ലോകത്തിന് ഏറ്റവും അടുത്ത ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു റബ്ബ്. വൈകാരികമാണ് സുഹൃത്തുക്കളേത്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല, വിശദീകരിക്കാൻ കഴിയാത്തത്ര മാത്രം ഗഹനമായ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നു. അല്ലാഹു തആല ഇറങ്ങി വരുന്നു, ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ്സമാ. എന്നിട്ട് അല്ലാഹു അഭിമാനത്തോടു കൂടി പറയുന്നു, പ്രകീർത്തിക്കുന്നു റബ്ബ്. അല്ലാഹു അഭിമാനത്തോടു കൂടി പറയുന്നു, ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച്, ആ പുണ്യഭൂമിയിൽ സംഗമിക്കുന്ന മഹാലക്ഷങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് അഭിമാനത്തോടു കൂടി പറയുന്ന ആകാശ ലോകത്തുള്ള മാലാക്കമാരോട്, മലായിക്കത്തികളോട്, ഉൻദുറൂ ഇലാ ഇബാദി, നോക്കൂ എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, അവർ വന്നിരിക്കുന്ന ശുവസൻ ഗുബറൻ, പൊടിപുരണ്ട നിലയിൽ, ജടകുത്തിയ മുടിയുമായി പൊടിപുരണ്ട രൂപത്തിലാണ്, ക്ഷീണിച്ച് പരവശരായി ദുനിയാവിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് സംഗമിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, യർജൂന റഹ്മതി വലം യറൗ അദാബി, യർജൂന റഹ്മതി, എൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ വന്നത്, എൻ്റെ മഗ്ഫിറത്ത് യാചിച്ചുകൊണ്ടാണ് അവർ വന്നത്. വലം യറൗ അദാബി, എൻ്റെ ശിക്ഷ ഒരിക്കലും അവർക്ക് ബാധിക്കുകയില്ല, ശിക്ഷ കാണുകയില്ല. അങ്ങനെയുള്ള പുണ്യഭൂമി. അതുകൊണ്ട് അന്നീ ഖദ് ഗഫർതു ലഹും, അല്ലാഹ് പറയാ, അന്നീ ഖദ് ഗഫർതു ലഹും, ഈ സംഗമിച്ചിരിക്കുന്ന, ഒരുമിച്ച് കൂടിയിരിക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ പുണ്യഭൂമിയിൽ ജനലക്ഷങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്കാകമാനം ഞാനിതാ പുറത്തു കൊടുക്കുകയാണ്. അന്നീ ഖദ് ഗഫർതു ലഹും, അന്നീ ഖദ് ഗഫർതു ലഹും. അഭിമാനത്തോടു കൂടി റബ്ബ് പറയുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറ മിൻ യുഅതിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ, ദുൽഹജ്ജ് 9-നേക്കാൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസം തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, വഴിതെറ്റിക്കുവാൻ വേണ്ടി നമ്മളുടെയൊക്കെ കൂടെ സംഗമിച്ച് ചേർന്ന് നിൽക്കുന്ന ഇബിലീസ്, അല്ലാഹുവിൻ്റെ റസൂലാ പറയുന്നത്, ഇബിലീസ് ഏറ്റവും കൂടുതൽ നിന്ദ്യനാകുന്നത്, ഏറ്റവും ചെറുതാകുന്നത്, ഏറ്റവും കോപാകുലനാകുന്നത് യൗമു അറഫ, അറഫ ദിവസത്തിലാണ്. ആരെയും വഴിതെറ്റിക്കാൻ കഴിയുകയില്ല. അതാണ് അറഫയുടെ പ്രത്യേകത. അള്ളാഹിൻ്റെ റസൂൽ ഒന്നുകൂടി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളിൽ, പ്രാർത്ഥനകളിൽ പ്രത്യുത്തരം കിട്ടുന്ന, സഡൻ ആൻസർ കിട്ടുന്ന ഒരേ ഒരു ദിവസം അത് അറഫയിലെ പ്രാർത്ഥനയാണ്. അറഫയിലെ പ്രാർത്ഥന, ആ ദിവസത്തിൽ അവിടെ സംഗമിച്ചിരിക്കുന്ന ആളുകളും സംഗമിക്കാത്ത നമ്മെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന വല്ലാത്തൊരു ലോകമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ തിരുനബിയോട് തിരിച്ചു ചോദിച്ചു. അറഫ സംഗമ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വന്നു. അല്ലാഹുവിൻ്റെ സലാം, അഭിവാദ്യം ജനങ്ങൾക്ക് നേർന്നു. അതാനി ജിബ്രീൽ ആനിഫൻ വഅഖറഅനി റബ്ബി അസ്സലാം. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു പരമ്പരയാണ്. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് അല്പം മുമ്പ് വന്നു, എന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും റബ്ബിൻ്റെ സലാം, അഭിവാദ്യം നേർന്നു.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഹാദാ ലനാ ഖാസ്സ, ഈ കൂടിയിരിക്കുന്ന, ഈ സംഗമിച്ചിരിക്കുന്ന അറഫാ പുണ്യഭൂമിയിൽ ഒത്തുകൂടിയിരിക്കുന്ന നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഇത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചാണ് ഹബീബിനോട്, തിരുവേനിയോട്, ഇത് നമുക്ക് മാത്രം വിശേഷപ്പെട്ടതാണോ ഈ പൊറുക്കലും ഈ ധർമ്മവും ഒക്കെ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജ്വലമായ ഒരു മറുപടിയുണ്ട്. ഹാദാ ലക്കും വലിമൻ നതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ, നമുക്ക് മാത്രമല്ല, ഹാദാ ലക്കും, ഇത് നിങ്ങൾക്കും, വലിമൻ നതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, പുനരുദ്ധാര നാൾ വരെ ഈ പുണ്യഭൂമിയിൽ ആരൊക്കെയാണോ സംഗമിക്കുന്നത്, വന്നു ചേരുന്നത്, അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടായിരുന്നല്ലോ അള്ളാഹിൻ്റെ റസൂല് പറയുക, അതിൻ്റെ തുടർച്ച, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി അശിയ്യത അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുക, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂൻ, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ അശിയ്യത അറഫ, ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം, അശിയ്യത അറഫ, അറഫ സായം സന്ധ്യയിൽ, മഗ്രിബിന് മുമ്പ്, അറഫയുടെ സായം സന്ധ്യയിൽ എന്ന് പറഞ്ഞാൽ അറഫയുടെ വൈകുന്നേരം, ഏറ്റവും പീക്ക് ടൈം, നമ്മൾ പീക്ക് ടൈം എന്നൊക്കെ പറയൂലേ, ആ പീക്ക് ടൈം സായാഹ്ന വേളയാണ്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും തുടങ്ങുന്നു പ്രാർത്ഥനയിൽ, ഭാര്യ വേറെ, ഭർത്താവ് വേറെ, മകൻ വേറെ, മകള് വേറെ, ഓരോരുത്തരും നഫ്സി നഫ്സി. പുനരുത്ഥാന നാൾ ഓർമ്മിക്കപ്പെടുന്ന സുദിനമാണെന്ന ചില റിപ്പോർട്ടുകളിലൊക്കെ മഹ്ശറ എങ്ങനെയാണോ അത് തന്നെയാണ് അറഫ എന്ന. ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം. എൻ്റെ നഫ്സ്, ഞാൻ ചെയ്തു പോയ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, നിശയുടെ നിശബ്ദതയിൽ പലരെയും പറ്റിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതം. സാമ്പത്തിക രംഗത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, സാമൂഹ്യ ഘടനയിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്, കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമ്മതിച്ച് കുറ്റമേറ്റു പറയപ്പെടുന്ന ദിവസം, ആ ഒരു സുന്ദര സുദിനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് ആ വൈകുന്നേരം മഗ്രിബ് വരെ പുണ്യഭൂമിയിൽ ഓരോരുത്തരും ആ സംഗമഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉരുവിടേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിരന്തരമായി അത് പറയണം എന്നാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരും തന്നെയില്ല. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല, അവനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകളാണ് നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ കടന്നു പോകുന്നത്. എല്ലാവരുടെയും വേഷം ഒന്നാണ്, എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, മനസ്സിൻ്റെ ഏകാഗ്രത. അതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത. എല്ലാവരും ഒന്നാണ് എന്ന മനുഷ്യ മഹാസമ്മേളന പ്രഖ്യാപനം, സാഹോദര്യത്തിൻ്റെ പ്രഖ്യാപനം. അവിടെ രാജാവ്, പ്രജ, വലിയവൻ, ചെറിയവൻ, പണക്കാരൻ, പണിക്കാരൻ, പാവപ്പെട്ടവൻ എന്ന വ്യത്യാസമില്ല. ചെറിയവനും വലിയവനും രാജാവും പ്രജയും എല്ലാവരും ഒരേ പുണ്യഭൂമിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ദിവസത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എന്ത് എന്നതാണ് എൻ്റെ അവസാനത്തെ പ്രമേയം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യുവാനുള്ളത് ആ പുണ്യം നമുക്കും കിട്ടണം എന്നൊരദമ്യമായ ആഗ്രഹമുണ്ടാകണം. രണ്ടാമതായി നമ്മളിലേക്ക് കടന്നു വരേണ്ടത്, ഈ സന്ദർഭത്തിലെങ്കിലും ഒരു ഹജ്ജ് കർമ്മത്തിൻ്റെ നിയ്യത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ഹജ്ജ് കർമ്മം എന്ന് പറയുമ്പോൾ സർക്കാർ തലത്തിലാണെങ്കിൽ 4-4.5 ലക്ഷം രൂപയോളം വേണം. പ്രൈവറ്റ് തലത്തിലാണെങ്കിൽ 6-7 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും.
ഇന്നത്തെ സമയത്ത് നമുക്ക് ഒരു 5 പവൻ സ്വർണ്ണാഭരണം കൊടുത്താൽ നമുക്ക് പ്രൈവറ്റായോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ ഒരു ഹജ്ജ് കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കും. 1,10,000 അല്ലെങ്കിൽ 17,000 1,20 മറ്റോ സ്വർണത്തിന് വിലയുണ്ട്. ആ നിയ്യത്തെങ്ങനെ ഓരോ വർഷവും നമുക്ക് ഇത്ര സംഖ്യ മാറ്റിവെച്ചാൽ ഒരു 10 വർഷം കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും അനർഘ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ ലക്ഷ്യം. ജീവിതത്തിൽ 5 സ്തംഭങ്ങളിൽ ഒന്ന് വിട്ടേച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ജൂതനോ ക്രൈസ്തവനോ ആയി മരണപ്പെട്ടു പോകാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിട്ടും യാത്ര സുഗമമാണ്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എന്നിട്ടും പോകാതിരിക്കുകയാണെങ്കിൽ ജൂതനോ ക്രൈസ്തവനോ ആയി മരിച്ചു പോകാതിരിക്കട്ടെ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിയ്യത്ത് വെക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ടോ ഒരു 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 അപ്ലിക്കേഷൻ ഫോമെങ്കിലും ഫില്ല് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ഹജ്ജിന് 2027 ഹജ്ജിന് സർക്കാർ തലത്തിൽ ഒന്ന് പോകുവാൻ ഞാനൊരു അപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നെങ്കിലും പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അതൊരു ഇൻസ്പിരേഷൻ ആയിരിക്കും, പ്രചോദനമായിരിക്കും എന്ന് നമ്മൾ കരുതണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് ചെയ്യും. യാത്ര അയക്കാനും യാത്ര ചോദിക്കുവാനും കൂടെ അനുഗമിക്കുവാനും എംബാർക്കേഷൻ പോയിന്റ് വരെ എത്തിച്ചേരുവാനും ഞാനും നിങ്ങളും എല്ലാവരുമുണ്ട്. അതൊരു അള്ളാഹിൻ്റെ തൗഫീക്ക് ഉണ്ടല്ലോ. ആ ഒരു തൗഫീക്ക് പലരെയും നമുക്ക് കാണാം. ഞാൻ സാധാരണ പറയാറുള്ളത്, ഒരുപാട് പണമുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, അതുപോലെ ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെയുണ്ട്. എന്നിട്ടും ആ തൗഫീക്ക് കിട്ടാത്ത അനവധി ആളുകളെ കാണാം. റബ്ബിൻ്റെ ഒരു തൗഫീക്കാണ്, റബ്ബിൻ്റെ തൗഫീക്കാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ കടവത്തൂരിൽ നിന്ന് ഈ പ്രാവശ്യം KNM-ന്റെ ഹജ്ജിന് വേണ്ടി പോകുന്ന 6 പേരുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത ലിസ്റ്റ. അവസാനം പോകുന്നതിൻ്റെ നേരെ തലേ ദിവസം ആ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അസുഖം വന്നു, മാരകമായ അസുഖം. യൂട്രസ് എടുക്കേണ്ടി വന്നു. അവർക്ക് പോകുന്നു നിയത്തുണ്ടായിട്ട് കൂലിയും കിട്ടും, പൈസ അടച്ചതാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞു 24 മണിക്കൂർ മാത്രം ഒരുപക്ഷെ സൈറ്റ് തുറക്കാൻ സാധ്യതയുണ്ട്. ആ 24 മണിക്കൂറിന് വേണ്ടി ഞാനും ആ കുടുംബവും കാത്തിരുന്നു. എന്നിട്ട് 2 പേർക്ക് അവസരം കിട്ടി. എപ്പോഴാണ് പോകുന്നത്? ഒരു പകലാണ് ആകെ സമയമുള്ളത്, ഒറ്റ ഒരു പകൽ. ആ പകൽ എന്തു ചെയ്യണം? വാക്സിനേഷൻ കോഴിക്കോട് കോയാസ് ഹോസ്പിറ്റലിൽ പോയി എടുക്കണം, ഹെൽത്ത് കാർഡ് സംഭരിക്കണം, യാത്രയെക്കുറിച്ച് പഠിക്കണം. ജീവിതത്തിൽ കഅബയോ ഹറമോ അതുപോലെ മദീനയോ കാണാത്തൊരു വ്യക്തിക്ക് ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. 24 മണിക്കൂർ കൊണ്ട് അടുത്ത ദിവസം KNM-ന്റെ ഹജ്ജ് ഗ്രൂപ്പ് പോവുകയും ചെയ്തു. ടിക്കറ്റ് എടുത്തു, വിസ ഇറങ്ങി ടിക്കറ്റ് എടുത്തു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഞാനാണ് എല്ലാ കാര്യവും ചെയ്തത്. ഹജ്ജ് ക്ലാസ്സും എടുത്തു കൊടുത്ത് വീട്ടിൽ വെച്ചിട്ടു. എന്നിട്ട് മറ്റൊരു ടീമിൻ്റെ കൂടെ, ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടീമിൻ്റെ കൂടെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി. അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, ഇതാണ് ആ തൗഫീക്ക്. എങ്ങനെയാണ് വരുന്നത്? അത് പാവപ്പെട്ട മനുഷ്യനാണ്, ഒരിക്കലും അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയും പാവപ്പെട്ട. പക്ഷെ അദ്ദേഹത്തിൻ്റെ പണക്കാരനായ ആളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെ കൊടുക്കണം, മുത്തക്കിയായ ആളായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് അയാൾക്ക് ആ നറുക്ക് കിട്ടി പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന അതിമഹത്തായ ദിനരാത്രങ്ങൾ, അതിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചെയ്യുവാനുള്ളത് 1 ദുൽഹജ്ജ് 9 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. റമളാൻ വ്രതത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അറഫ നോമ്പാണ്, ദുൽഹജ്ജ് 9ന്റെ നോമ്പ്. നമുക്കെപ്പോഴാണോ കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. 1 വർഷത്തെയല്ല, 2 വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. യുകഫിറു സനത്തൽ മാളിയ വൽ ബാക്കിയ. 1 വർഷം 2 വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന അസുലഭമായ ഒരു സന്ദർഭം തീർച്ചയായും നമ്മൾ പരമാവധി വിനിയോഗിക്കണം.
അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്നുള്ള പാപമോചനമാണ് ഈ അറഫ അല്ലെങ്കിൽ അനുബന്ധ ദിവസങ്ങൾ. നരകമോചനമാണ്. അല്ലാഹു തആല അഭിമാനത്തോടുകൂടി പരാമർശിക്കുന്ന ദിവസമാണ്. രണ്ടാമതായി നമുക്ക് ചെയ്യുവാനുള്ളത് അൽ-ഇക്സാറു മിനദ്ദിക്രി വദ്ദുആ. അൽ-ഇക്സാറു മിനദ്ദിക്രി വദ്ദുആ. ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ധാരാളമായി തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, സലാത്ത്, സലാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം അൽ അശ്ർ. ഈ ദിവസങ്ങൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും മഹത്തരമായ ദിവസങ്ങൾ. വലാ അഹബ്ബു ഇലൈഹിൽ അമൽ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, ഈ സുപ്രധാനമായ ദിവസങ്ങളാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅക്സിറൂ ഫീന്ന തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തൊക്കെയാണ് പറയേണ്ടത്? തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ തുടങ്ങിയ വാർത്തകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ വർദ്ധിപ്പിക്കണം. വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടി എന്നതിൻ്റെ പേരിൽ അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി മഹത്വപ്പെടുത്തണം, തക്ബീർ ചൊല്ലണം. വതഹ്മീദ്, ഹംദ് വേണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ. അങ്ങനെയുള്ള തക്ബീറുകളും തഹ്ലീലുകളും ലളിതമായ വാക്കുകളായിരിക്കാം. അസുലഭമായ സന്ദർഭം, പുണ്യം ധാരാളം കിട്ടുകയാണ്. നമ്മളെ പേര് പോലും ആവർത്തിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെയാണോ ഈ തക്ബീറുകളിലും തഹ്ലീലുകളിലും തഹ്മീദുകളിലും മുഴുകിയിരിക്കുന്നത്, അവരുടെ പേരുകൾ അല്ലാഹുവിൻ്റെ അർശിൻ്റെ സിംഹാസനത്തിൻ്റെ പരിസരത്തിരുന്ന് മാലാഖമാർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കണം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതല്ലേ, വമാ യസാലു അബ്ദി യതഖറബു ബിന്നവാഫിൽ ഹത്താ യുഹിബ്ബഹു. വല്ലാത്ത വചന. എൻ്റെ അടിമ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. ബിന്നവാഫിൽ, സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട്. നവാഫിൽ, നാഫിലത്ത്, നവാഫിൽ, സുന്നത്ത് കൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങളെ കൊണ്ട്. ഫർളേതായാലും എല്ലാവരും അനുഷ്ഠിക്കുന്നവരാണല്ലോ. സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ഹത്താ യുഹിബ്ബഹു, അങ്ങനെ അല്ലാഹു അവനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന. സുന്നത്ത് വർദ്ധിപ്പിച്ചാലുള്ള പുണ്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. നോമ്പനുഷ്ഠിക്കണം. വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. കുടുംബ ബന്ധം ചേർക്കണം. മാതാപിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. സാന്ദർഭികമായി മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് ഞാൻ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി ആത്മനിർവൃതിയോടും കൂടി പറയട്ടെ, ഡോക്ടർ ഫാറൂഖ് സാഹിബ് ആമുഖ പ്രസംഗം നടത്തിയ ഫാറൂഖ് സാഹിബ് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഹൃദയസ്പർശിയായ, നമുക്ക് ഉമ്മാനെ കണ്ടിട്ടങ്ങ് പരിസരത്തേക്ക് പോകാമെന്നാണ്. ഡോക്ടർ സാഹിബിൻ്റെ ബഷീർ ഡോക്ടർ അനുജനും അവിടെ ഉണ്ടായിരുന്നു. ഉമ്മാനൊന്ന് കണ്ടിട്ട് ഉമ്മാക്കൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നമ്മളെ പള്ളിയിലേക്ക് പോകാം. വല്ലാത്തൊരു ഒരു സന്തോഷം. അപ്പം ഞാൻ പറയും, എൻ്റെ ഉമ്മയെ പോലെ തന്നെ മെലിഞ്ഞ് ഹൈറ്റ് കുറഞ്ഞ കാര്യം ഉപ്പാനെ പരിചയപ്പെടുത്തി. ഉപ്പാനെ കുറിച്ച് അറിയാം, ഞാനെപ്പോഴും ക്ലാസ്സിൽ വരുന്ന ആളാണെന്ന് ഉമ്മ പറയുകയും ചെയ്തു. ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് കുടുംബ ബന്ധം കൂടുതൽ പുലർത്തേണ്ടതുണ്ട്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അത് അറഫയിൽ സംഗമിച്ച ആളുകൾക്ക് മാത്രമല്ല, ഏറ്റവും ഉചിതമായ ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മളും ഈ ദിവസങ്ങളിലൊക്കെ ധാരാളമായി പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള ഭഗീരഥമായ പ്രയത്നത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ആ പുണ്യഭൂമിയിൽ
നമ്മുടെ പ്രതിനിധികളായി അവിടെ എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടുകാരും അല്ലാത്തവരുമായ ലക്ഷക്കണക്കിന് പ്രതിനിധികൾ, ഏതാണ്ട് കണക്ക് പറയുമ്പോൾ 30 ലക്ഷമോ അതിലധികമോ ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, എല്ലാവരുടെയും കണ്ണുകൾ ആ പുണ്യഭൂമിയിലാണ്. വിമാനങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞു. ഇനി വിമാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. പോയവർക്കറിയാം, ഹജ്ജിന് വേണ്ടിയുള്ള വിമാനങ്ങൾ, അതിൻ്റെ അവസാനത്തെ വിമാനവും പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെയോ മിനിഞ്ഞാന്നോ കൂടി അതൊക്കെ അവസാനിച്ചു. ഇനി ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രവേശനമില്ല. ആ പുണ്യഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ്. എങ്ങനെ മിനായും അറഫയും മുസ്ദലിഫയും ജംറയും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ അടുക്കുകയാണ്. അതുപോലെ തന്നെ യാത്രയിലാണ് അവർ. യാത്രയാണല്ലോ ഏറ്റവും പ്രധാനം. ക്ഷമ അവർക്ക് കിട്ടണം. ആരോഗ്യവും ആഫിയത്തോടും കൂടി ഹജ്ജ് കർമ്മം പൂർത്തിയാക്കണം. അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള, നമ്മളെയൊക്കെ പ്രാർത്ഥനയിൽ അകപ്പെടുവാനുള്ള പ്രാർത്ഥന. വലിമൻ അങ്ങനെ പറയാറില്ലേ? വലിമൻ എന്താ പറയുക? ഔസാന ബിദ്ദുആ, അങ്ങനെയുള്ള. അതുപോലെ തന്നെ ബലിയർക്കൽ അല്ലേ? ഉളുഹിയ്യത്തിൻ്റെ ദിവസം യൗമുൻ നഹർ. യൗമുൻ നഹറിന് ഒരു പ്രത്യേകതയുണ്ട്. യൗമു ഹജ്ജിൽ അക്ബർ എന്നും പറയും. നമ്മുടെ യൗമു തർവിയാണ് 8ാം ദിവസം. യൗമു അറഫയാണ് 9ാമത്തെ ദിവസം. യൗമുൻ നഹർ ബലിയറക്കുന്ന ദിവസം എന്നും. അതുപോലെ യൗമു ഹജ്ജിൽ അക്ബർ. പലരും മനസ്സിലാക്കിയിരിക്കുന്ന വെള്ളിയാഴ്ച വന്നാൽ മാത്രമാണ് ഇത് പറയാനല്ല. യൗമു ഹജ്ജിൽ അക്ബർ എന്ന് പറയാൻ കാരണം അന്ന് അറവുണ്ട്, ഉളുഹിയ്യത്തുണ്ട്. അന്ന് തന്നെ ഹജ്ജിൻ്റെ ബാക്കി കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തവാഫുൽ ഇഫാദയുണ്ട്, സഅയുണ്ട്, മുടികളയലുണ്ട്, എല്ലാം കൂടുതൽ വരുന്നത് കൊണ്ടാണ് യൗമു ഹജ്ജിൽ അക്ബർ എന്നൊക്കെ പറയാൻ കാരണം. പിന്നെ അയ്യാമു തശ്രീഖാണ് 11, 12, 13 ദിവസങ്ങൾ. ഇതൊക്കെ അതിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവരോടൊക്കെ അവരുടെ എല്ലാ സുഖങ്ങളിലും അതുപോലെ പ്രയാസങ്ങളൊക്കെ നീ കൊണ്ടുപോകാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക, തൗബ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പാപമോചനം, മഗ്ഫിറത്താണ് ഏറ്റവും പ്രധാനം. അവിടെ ചെന്നിട്ടും മഗ്ഫിറത്ത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം. മഗ്ഫിറത്താണ് ഏറ്റവും പ്രധാനം. തഖ്വയാണ് അല്ലേ? വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞെടുത്ത് വതസവ്വദു, നിങ്ങൾ അതിന് വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും വലിയ ഒരുക്കം, തയ്യാറെടുപ്പ് തഖ്വയാകുന്ന തയ്യാറെടുപ്പാണ്. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ പരാമർശം നോക്ക്. മറ്റെന്ത് തന്നെ വിട്ടുപോയാലും തഖ്വ വിട്ടുപോയാൽ, കൈമോശം സംഭവിച്ചാൽ ഹജ്ജിനത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല പുണ്യഭൂമിയിൽ സന്ദർശിക്കുവാനും കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അതിനുവേണ്ടി നമുക്കും ആ രൂപത്തിൽ ആ കർമ്മത്തിലൊന്ന് ബന്ധപ്പെടുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യുവാൻ അല്ലാഹു തആല പ്രത്യേകമായ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വർഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.